സീൻ ബക്കറിൻ്റെ അനോറയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള ഫ്ലോറിഡ പ്രോജക്റ്റ് ആയാലും റെഡ് റോക്കറ്റ് ആയാലും ടാങ്കറിൻ ആയാലും ഒക്കെ തന്നെ, ടാങ്കറിൻ അത് ഐഫോണിലെടുത്ത ഒരു പടമാണ്. പക്ഷെ അതൊക്കെ എല്ലാം ഒരു പ്രോലറ്റേറിയൻ പ്രോട്ടഗോണിസ്റ്റിന് അമേരിക്കയിലെ മെയിൻ സ്ട്രീമിൽ വളരെയധികം സ്വാധീനം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള അത്തരത്തിലുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ബക്കറുടെ സിനിമകളുടെ. അതിലിപ്പം അദ്ദേഹം ഏറ്റവും കൂടുതൽ ഒരു അംഗീകാരത്തിലേക്ക് വന്നിരിക്കുന്നത് ഈ സിനിമയിലൂടെ മാത്രമാണ്, ഈ സിനിമയിലൂടെയാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. Hello, this is the beautiful Annie. Hi, I'm Annie. I'm Ivan. It was really weird. ഇത് കഴിഞ്ഞ കാൻ ഫെസ്റ്റിവലിൽ ഇതിന് പാം ഡിയോർ കിട്ടുന്ന സമയത്ത് അത് വെച്ചിട്ട് മൂപ്പര് നടത്തിയൊരു പ്രഖ്യാപനമുണ്ട്. ഇത് ഞാൻ ലോകത്തുള്ള എല്ലാ സെക്സ് വർക്കേഴ്സിനും സമർപ്പിക്കുകയാണെന്നുള്ളത്. This is to all sex workers, past, present and future. This is for you. Thank you. അമേരിക്കയിലെ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന അല്ലെങ്കിൽ കാണിക്കാവുന്ന ഒരു വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്നതും കൂടിയാണ് സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഈ സിനിമയുടെ രാഷ്ട്രീയം, അതായത് ഇത് നല്ലൊരു പിന്നെ എന്താ പറയുക, ട്രാജി കോമഡി അല്ലെങ്കിൽ കോമഡി എന്നൊക്കെയുള്ള ഡ്രാമ സെക്ഷനിലൊക്കെയാണ് ഈ സിനിമ പെട്ടിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് നമുക്ക് പെട്ടെന്ന് തോന്നുമ്പം, അതിൻ്റെ ഒരു രാഷ്ട്രീയ വായന നടത്തുമ്പം കൃത്യമായിട്ട് മനസ്സിലാവും അത് ഒരു പൊളിറ്റിക്കൽ ഫിലിമാണ്. ദാമോദർ പ്രസാദിന് എങ്ങനെയാണ് തോന്നുന്നത്? ഞാൻ സീൻ ബക്കറിൻ്റെ ആദ്യമായിട്ടാണ് സിനിമ കാണുന്നത്. ഒരുപക്ഷെ വളരെ ശ്രദ്ധിക്കപ്പെട്ട സംവിധായകൻ. ഞാൻ പക്ഷേ ഓസ്കാർ അവാർഡ് കിട്ടിയ ശേഷമാണ് ഈ സംവിധാനം ഈ ശ്രദ്ധയിലേക്ക് വന്നിരിക്കുന്നത് അതിന് ശേഷം. അപ്പോൾ അനോറ കാണുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ആ 2024 റിലീസ് ആണെങ്കിലും നമ്മൾ ഓസ്കാർ അവാർഡ് കിട്ടിയ ശേഷമാണ് ഈ പടം ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് കമലനാഥൻ പറഞ്ഞാൽ എനിക്ക് അനുഭവപ്പെട്ട കാര്യം, അതിൻ്റെ അകത്ത് കാണുന്ന അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്ന, അമേരിക്ക അതിൽ മാത്രമേ പുതിയ ഗ്ലോബൽ കാറ്റിൻ്റെ എല്ലാ സ്വഭാവത്തിൻ്റെ അകത്ത് കാണാം. ആ റഷ്യൻ ഒലിഗാർക്ക് എന്ന് പറയുന്ന ആളും വരുന്നതും, റഷ്യൻ പണമാണ് അമേരിക്കയിൽ വ്യാപകമായിട്ടുള്ള ഇതായിട്ടുള്ളത്. അപ്പോൾ അവർ വലിയ വലിയ മാൻഷൻസ് മേടിക്കുന്നു, ലാൻഡ് മേടിക്കുന്നു. അപ്പോൾ അങ്ങനെയൊരു കാര്യം കാണാം. അപ്പോൾ അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്ന തരത്തിലുള്ള പുതിയ തരത്തിലുള്ള പ്രോലിറ്റേറിയറ്റ്, ഈ ശരിക്കും ശരീരം വിൽക്കുന്ന പ്രോലിറ്റേറിയറ്റ് തന്നെ നമ്മൾ അതിനകത്ത് പറയേണ്ടി വരും ഇതിനകത്ത്. അപ്പോൾ അവർ അങ്ങനെ സെക്സ് വർക്കേഴ്സിൻ്റെ പ്രോലിറ്റേറിയറ്റ്. അപ്പോൾ ആ അത്തരം ഒരു പുതിയ തരത്തിലുള്ള ഒരു പ്രിക്കാരിയറ്റ് എന്ന് വിളിക്കുന്ന ക്ലാസ് ആണല്ലോ ഇത്. പ്രിക്കാരിയറ്റ് എന്ന് വിളിക്കുന്നത് വളരെ പ്രിക്കാരിറ്റിയാണ് അവരുടെ ജീവിതം, പ്രിക്കാരിയസ് ആയിട്ടുള്ള ജീവിതം. അതൊക്കെയാണ് ജൂഡി ബട്ട്ലർ പറയുന്ന പ്രിക്കാരിയസ് ജീവിതം. അതിലെല്ലാ നിരാരംഭരും ദുർബലരായിട്ടുള്ള മറ്റു തരത്തിലുള്ള സംഘടനാ സംവിധാനം ഇല്ല. നമ്മൾ തൊഴിലാളികളെന്ന് വേർതിരിച്ച് കാണാൻ കൊണ്ടുള്ളവരെ, തൊഴിലാളികൾ എന്ന് പറയുന്ന സംഭവത്തിൽ വേറത്തിൽ അതിനൊരു അവരുടെ അധ്വാന ശക്തി ഉപയോഗിക്കുകയും അതിനെ ചൂഷണം ചെയ്യുകയും, പക്ഷേ നിശ്ചിതമായ വേതനം ഒക്കെ ഉണ്ട്. ഇതങ്ങനെയുള്ള ഒരു തരത്തിലുള്ള വേതന സംവിധാനമില്ല. അപ്പോൾ അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്ന ഈ പ്രിക്കാരിയസ് ആയിട്ടുള്ള ലൈഫിൻ്റെ ഒരു പ്രതിനിധിയാണ് ഇതിൻ്റെ അകത്ത് ആനി. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ കൃത്യം ആ പൊളിറ്റിക്സ് അതിനകത്ത് കാണാം. ഇതിൻ്റെ ഇന്നത്തെ സമീപകാലത്ത് പ്രത്യേകിച്ച് നമ്മൾ കാണേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി സിൻഡർല സ്റ്റോറി എന്ന് കൂടിയാണ് അതിനെ വിളിക്കുന്നത്. സിൻഡർല സ്റ്റോറി എന്ന് വിളിക്കുന്നത്. സിൻഡർലയുടെ കഥ എല്ലാവർക്കും അറിയാം. സിൻഡർലയെ അന്വേഷിച്ച് പ്രിൻസ് ചാമിങ് വരുന്നു. പ്രിൻസ് ചാമിങ് സിൻഡർല വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. സ്റ്റെപ്പ് മദറിൻ്റെ, രണ്ടാനമ്മയുടെ ചിറ്റമ്മയുടെയൊക്കെ ഈ പീഡനമായിട്ട് വാങ്ങി. പിന്നെയാണ് ഈ രാജകുമാരനെ കണ്ടുമുട്ടുന്നതും. അങ്ങനെയാണ് അവർ. അപ്പോൾ അമേരിക്കൻ സ്വപ്നം, അമേരിക്കൻ ഡ്രീമായിട്ട് സിൻഡർലയ്ക്ക് വലിയൊരു ഇതുണ്ട്. അതെല്ലാവരും പറയുന്നത് സിൻഡർലയ്ക്ക് ആ സിൻഡർല സ്റ്റോറീൻ്റെ അകത്തുണ്ട്. ആ സിൻഡർല സ്റ്റോറിയുടെ ഒരു തരത്തിലുള്ള ഒരു അപനിർമ്മാണം, അല്ലെങ്കിൽ സിൻഡർല സ്റ്റോറിന് വളരെ തരത്തിലുള്ള വേറെ തരത്തിലുള്ള ടേക്കും കൂടി ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഒരു ജീവിതം ആസ്വദിക്കുന്നുണ്ട്, എല്ലാ തരത്തിലും ജീവിതം ആസ്വദിക്കുന്ന ആളാണ്. മാത്രം കൃത്യമായിട്ട് ബാർഗെയിൻ ചെയ്ത് പണം കൃത്യം എല്ലാവിധ എന്താ പറയുക സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുമ്പോഴും കൃത്യമായിട്ട് പണവും എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു കഥാപാത്രമാണ് ആനി. അപ്പോൾ ആനിയുടെ കഥാപാത്രം റെപ്രസെൻ്റ് ചെയ്തൊരു പ്രിക്കാരിയറ്റ് ആയിട്ടുള്ള പുതിയൊരു അമേരിക്കൻ സമൂഹത്തിലെ പുതിയ ആൾ. അതേസമയം വേറൊരു കാര്യം ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. ആനി ഒരു മൈഗ്രൻ്റ് ആണ് ഇതിൻ്റെ അകത്ത്. ആനി റഷ്യക്കാരിയാണ്. അനോറ മിക്കീവ എന്നാണ് ശരിക്കുള്ള പേര്, അനോറ മിക്കീവ. അവർക്ക് പക്ഷേ അവരപ്പോൾ അതിൻ്റെ അകത്തൊരു ആ സിനിമയുടെ അവസാന തേർഡ് ജനറേഷൻ ആണ്. അതിൻ്റെ അകത്ത് അവസാന കോൺവെർസേഷൻ ഒരു കാര്യം രസകരമായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ സിനിമയുടെ അവസാന ഭാഗത്ത് ഇഗോറും അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണല്ലോ ഇഗോർ, ബോറിസ് അവതരിപ്പിച്ച ഇഗോർ എന്ന കഥാപാത്രം. അയാളാണ്, അയാൾ ശരിക്കും അതേസമയം ബോഡി ഗാർഡാണ്, ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കഥാപാത്രവുമായിട്ടുള്ള അവസാന ഒരു കോൺവെർസേഷൻ സിനിമയ്ക്കകത്ത്. ആ കോൺവെർസേഷനിൽ ഇഗോർ പറയുന്നത്, ഇഗോർ ആ ശരിക്കും റഷ്യൻ പാരമ്പര്യം നടത്തിക്കൊണ്ട് പറയും. ഇഗോർ എന്ന വാക്കിനർത്ഥം വാരിയർ എന്ന് പറയുന്നുണ്ട്. ആ വാരിയർ തന്നെ രണ്ട് തരത്തിൽ ഉച്ചരിക്കേണ്ട ആള്, സാധാരണ ഇംഗ്ലീഷ് ഉച്ചരിക്കേണ്ട, അമേരിക്കൻ സ്റ്റൈൽ ഉച്ചരിക്കുന്നുണ്ട്. അതിനുശേഷം അപ്പോൾ നിങ്ങളുടെ പേരിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നോക്കുമ്പോൾ ഡിക്ഷണറി അർത്ഥം പറയുന്നുണ്ട്, മൊബൈലിൽ നോക്കിയിട്ട് ഇഗോർ പറയുന്നുണ്ട് അനോറ എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ്നസ്സും ലൈറ്റാണ്. നമുക്ക് എല്ലാവർക്കും അനോറ ഗ്രീക്ക് ഗോഡാണ് ബ്രൈറ്റ്നസ്സിൽ. പക്ഷെ ഇവർ പറയുന്നത് ആനി പറയുന്നുണ്ട്, ആനി എന്ന് അമേരിക്കനൈസ് നെയിമായിട്ട് ആനി തന്നെ സ്വീകരിച്ചിട്ടുള്ളതാണ്. അനോറ എന്ന് ഒരിക്കലും ആനി പറയാറില്ല. ആനി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ അർത്ഥം എന്താ പറയുക, പേരിന് അർത്ഥമില്ല എന്ന് പറയുന്നത്, അർത്ഥമില്ലാതെ പേരിടുന്ന പറയുന്നുണ്ട് അവർ.
അങ്ങനെ ഒരു കാര്യമാണ്. അപ്പോൾ അമേരിക്ക, അപ്പോൾ ഈ റഷ്യൻകാരിയായിട്ടുള്ള അങ്ങനെ തേർഡ് ജനറേഷൻ ആയിരിക്കും തന്നെ അവർക്ക് റഷ്യൻ മനസ്സിലാവും, അത്യാവശ്യം റഷ്യൻ സംസാരിക്കും. പക്ഷേ അവർ പറഞ്ഞാൽ അമേരിക്കൻ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഈ റഷ്യൻ ഒലിഗാർക്കിൻ്റെ വളരെ മകൻ, ഒരു വളരെ പുതിയ കാലത്തുള്ള വളരെ ഹെഡോണിസ്റ്റിക് ആയ ലൈഫ്, വാനിയനെ, ഇവാനും വാനിയ എന്ന് രണ്ട് തരത്തിൽ വാനിയെ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആ ക്ലാസ് ഡിവിഷൻ കാണാൻ പറ്റും അതിൻ്റെ അകത്ത്. പിന്നെ അതുപോലെ തന്നെ വേറെ പല രസകരമായിട്ടുള്ള കുറേ കാര്യമുണ്ട്. കാര്യം റഷ്യൻ യൂത്ത് അമേരിക്കയെ കാണുന്ന സാധനം, അമേരിക്കൻ ഇപ്പോഴും അവരെ സമയം റഷ്യൻ യൂത്ത് സംബന്ധിച്ചാലും ഈ പോസ്റ്റ് സോവിയറ്റ് യൂണിയൻ പ്രശ്നപ്പെടുന്നതിലൊക്കെയുണ്ട്. അവർക്ക് അമേരിക്ക ഇപ്പോഴും ആ കൺസ്യൂമറിസ്റ്റ് ലോകമാണ് ഇതുള്ളത്. അതുകൊണ്ട് അമേരിക്കൻ സിസ്റ്റപ്പ് കിട്ടിയ പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുന്നത് വിലക്ക് വാങ്ങാം. പിന്നെ അവരുടെ ആഘോഷങ്ങൾ ഇപ്പോൾ ലാസ് വേഗാസ് വാക്കാം, അത് വളരെ കംഫർട്ടബിൾ ആയിട്ട്. പ്രത്യേകിച്ച് അതിനകത്ത് യാതൊരു നിയന്ത്രണമില്ല. ഒരു തരത്തിൽ ഓർത്തഡോക്സിൽ റഷ്യ ഇപ്പോഴും കമ്മ്യൂണിസം ആണെങ്കിലും പഴയ ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും കൾച്ചറാണെങ്കിൽ റഷ്യ എപ്പോഴും ഓർത്തഡോക്സ് ആണല്ലോ. പുടിൻ ഇപ്പോഴും ഓർത്തഡോക്സ് ആണ്. ഇത് നേരെ വിരുദ്ധാണല്ലോ. ഇത് അങ്ങനെ യാതൊരു ഓർത്തഡോക്സി അമേരിക്കയില്ല, നിങ്ങൾക്ക് എന്തും ചെയ്യാം, ആഘോഷിക്കുക. അപ്പോൾ അത്തരം ഒരു കൾച്ചറിനെ ആഗ്രഹിക്കുക, അഭിലഷിക്കുന്ന ഒരു പുതിയൊരു ജനറേഷൻ കാണാൻ പോസ്റ്റ് ഈ സോവിയറ്റ് യൂണിയൻ തകർച്ച ശേഷം ആ ജനറേഷനെ കൃത്യമായിട്ട് വാനിയെ പ്രതിദാനം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഡീപ്പറായിട്ടുള്ള ക്ലാസ് ഡിവിഷൻസും വ്യക്തമുണ്ട്. ആ ക്ലാസ് ഡിവിഷൻ റഷ്യൻ ക്ലാസ് ഡിവിഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇഗോറൊക്കെ റഷ്യക്കാരൻ തന്നെയാണ്. ആ ഇഗോർ വരുന്നു. ഇഗോർ വേറെ തരത്തിൽ വളരെ ഇതുപോലെ മറ്റൊരു തരത്തിലൊരു നിരാലംബനും ദുർബലനായ ജനവിഭാഗത്ത് വരുന്നതാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ആനിയിട്ട് ആൾക്ക് ഐഡന്റിഫൈ ചെയ്യാനും പറ്റുന്നത്. വളരെ നന്നായി സിമ്പതൈസ് ചെയ്യുന്നുണ്ട്. വളരെയായിട്ട് വളരെ ഒരു അനുകമ്പയോടുകൂടി സംസാരിക്കുന്നവർ. മാത്രമല്ല ഒരു ഘട്ടത്തിൽ ഈ നമ്മൾ ഇനി ആ സിനിമയുടെ കഥ പറഞ്ഞ് സ്പോയിൽ ചെയ്യണമെങ്കിൽ കൂടി ആനിയോട് മാപ്പ് പറയാൻ ആവശ്യപ്പെടുന്നുണ്ടല്ലോ ഇതുള്ള. അപ്പോൾ ആനിയോട് അപ്പോൾ അതേസമയം തന്നെ ഇതിൻ്റെ അകത്ത് പ്രണയത്തിൻ്റെ ഒരു പുതിയ സ്വഭാവം കാണാൻ പറ്റും. പ്രണയത്തിൻ്റെതായ കാര്യം ആനി ഒരു ഘട്ടത്തിൽ ആനി എന്താ പറയുക, ഈ ഇവരുടെ വിവാഹത്തിന് ശേഷം അല്ലെങ്കിൽ ആ സമയത്തോടടുപ്പിച്ച് തന്നെ വളരെ ഇതായിട്ട് ആ ഒരു സെക്സ് ഒരു കൺസർവേറ്ററി സെക്സ് ആയി മാറുന്നുണ്ട്. ആദ്യഘട്ടം ഭയങ്കര എക്സലറേറ്റ് മാറുന്നുണ്ട്. പക്ഷെ വാനിയെ സംബന്ധിച്ചിടത്തോളം, ഇവാനിനെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട്ഷിപ്പ് പോലും പെയ്ഡ് ആയിട്ടാണ്. പിന്നെ $10,000 എന്നുള്ളത് അതിനകത്ത് അനോറ വിലപേശി $15,000 എന്നുള്ള രീതിയിലാണ് അത് സെറ്റിൽ ചെയ്യുന്നത്. അത് ഘട്ടത്തിൽ വിവാഹത്തിന് ശേഷം കാണാൻ പറ്റും. ഇയാൾ ഇവാൻ ഈ പുതിയ ചെറുപ്പക്കാരെ പോലെ തന്നെ ഈ ഗെയിംസ് വലുതാണ്, വീഡിയോ ഗെയിംസ് ആണല്ലോ. ആ വീഡിയോ ഗെയിംസിൻ്റെ ഒപ്പം തന്നെയാണ് ഈ ഇവരായിട്ടുള്ള സ്നേഹബന്ധം പുലർത്തുന്നത്. അത് അവരതിനോട് അത്ര വലിയ അഭിമുഖ്യം കാണിക്കുന്നില്ല. അവർ മാറ്റി വയ്ക്കാൻ നോക്കിയാണ് ഗെയിം. അപ്പോൾ ഇയാൾക്ക് എല്ലാവരും ഗെയിമാണ്. കാര്യത്തിൽ വലിയ പണക്കാരനാണ്. നമുക്കറിയാലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ പേരെടുത്ത് പറയുന്നത് ശരിയല്ലെങ്കിൽ കൂടി ഇന്ത്യയിൽ നിന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയ അല്ലെങ്കിൽ ഇവിടുന്ന് മുങ്ങിയ ആൾക്കാർ, ഫ്യൂജിറ്റീവ്സ് ആയിട്ടുള്ള പല മുതലാളിമാരും അവിടെ ഉണ്ടല്ലോ. അവരൊക്കെ ഏതാണ്ട് ജീവിതം നയിക്കുന്നത്. അവരുടെ മക്കൾ തന്നെ ജീവിക്കുക. അപ്പം നമുക്ക് അതിൻ്റെ കാലത്ത് കാണാൻ പല ഈ ഇതുപോലെ മാസികകൾ അവരെ കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ച് കാണാൻ പറ്റും. അതുപോലത്തെ ഒരാളാണ് നമ്മുടെ വാനിയ. ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ട മൾട്ടി ബില്യണേഴ്സും അവിടെ പോയിട്ട് നയിക്കുന്ന ജീവിതം തന്നെയാണ് ആ ചെറുപ്പക്കാരും അവരുടെ മക്കളൊക്കെ. ഇതിൽ വേറൊരു കോയിൻസിഡൻസ് ഉണ്ട്. പിന്നെ നമ്മളിപ്പം ഇതിപ്പം ട്രംപിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിൻ്റെ മുമ്പാണ് ഈ പടം റിലീസാവുന്നതും കാനിൽ പാം ഡിയോർ നേടുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇതിനകത്ത് വലിയൊരു കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പം നമ്മളിത് കാണുമ്പോൾ, പ്രത്യേകിച്ചും ഓസ്കറിന് ശേഷം കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ഈ ഓസ്കർ അവാർഡിന് ശേഷം കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ട്രംപ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് ഇപ്പം പ്രത്യേകിച്ച് ഈ ഇമിഗ്രൻ്റ് ഡെമോഗ്രാഫിക്സ് ഒക്കെ, അതിൻ്റെ ഒരു ബയോഗ്രാഫിക്സ് ഒക്കെ തന്നെ എല്ലാം ഇതിനകത്ത് നമുക്ക് ദൃശ്യമാവും. കാരണം അത്രയ്ക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫിലിം കൂടിയാണ് അനോറ എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ്, ഇതിനകത്ത് ഇമിഗ്രേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു വലിയ പ്രശ്നമാണ്. അതുപോലെ എന്താണ് അമേരിക്കയിലെ പ്രോലറ്റേറിയൻ എന്നുള്ളത്, മറ്റ് പലതരത്തിലും തൊഴിലിടങ്ങളിലും ഇതേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്ന ഒരു യൂണിവേഴ്സൽ അപ്പീലിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റിലേക്ക് അത് കൊണ്ടുവരുമ്പം അത് സെക്സ് വർക്കറുടെ ഇതായിട്ട് കൊണ്ടുവരുന്നുണ്ട്. കാരണം അത്രയൊന്നും അങ്ങനെയൊക്കെ ഒരു തിയററ്റിക്കലായിട്ട് രൂപീകരിച്ച ഒരു സിനിമാ ഘടന അല്ലെങ്കിലും ഇദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകളിലൊക്കെ തന്നെ ഇത് വരുന്നു എന്ന് പറയുമ്പം ഇങ്ങനെ സംസാരിക്കുന്ന ഒരു പ്രോലിറ്റേറിയൻ ഒരു സ്ലാൻഡഡ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ് ബേക്കർ എന്ന് നമുക്ക് തോന്നും, അല്ലേ? സംശയമില്ല. കാര്യം സ്റ്റീൻ ബേക്കർ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഫിലിമയുടെ ഗുണമാണ്. കാര്യം അത് ആവർത്തി പറയണ്ടല്ലോ. ലോങ് ലിവ് ഇൻഡിപെൻഡൻറ്റ് സിനിമ എന്നാണ് ഓസ്കാർ കിട്ടിക്കൊണ്ട് അദ്ദേഹം പറയുന്നത്. ലോങ് ലിവ് ഇന്ത്യൻ സിനിമ. കാര്യം എനിക്കൊണ്ട് നമ്മുടെ സ്വതന്ത്ര സിനിമാ സംവിധായകർ ആലോചിക്കേണ്ടത് ഈ പതിവ് രാഷ്ട്രീയ പ്രമേയത്തിനപ്പുറം ജീവിതത്തെ കാണാനുള്ള സാധ്യതയും കൂടി ഇദ്ദേഹം കാണിച്ചിരുന്നു. നമ്മൾ പല ആൾക്കാരും ഈ എന്താ പറയുക മെയിൻ സ്ട്രീം രാഷ്ട്രീയം തന്നെ കാര്യം എന്താ പറയുക, ഇപ്പോൾ ഒരു അത് ദളിത് പൊളിറ്റിക്സ് ആയിക്കോട്ടെ, പുതിയ നമ്മുടെ റാഡിക്കൽ ലെഫ്റ്റ് പൊളിറ്റിക്സ്, ഒരു ആവർത്തന വിരസത നമ്മുടെ കാര്യം, പുതിയ തീമുകളിലേക്കോ പുതിയ പ്രമേയങ്ങളിലോ പുതിയ ജീവിത ബന്ധങ്ങളിലേക്കൊന്നും പോകാൻ പറ്റാതെ നമ്മൾ സ്വതന്ത്ര സിനിമ പലപ്പോഴും നിരാശപ്പെട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ കാണും, ഇതിൻ്റെ അകത്തൊരു ജീവിതത്തിന്റെ ആഘോഷം കാണാൻ പറ്റും, വലിയൊരു ആഘോഷം. അതിനകത്ത് ഡീപ്പായ ഒരു ഹൈബ്രിഡ് ഡോക്യുമെന്ററി ടെക്നിക്ക് ഉപയോഗിക്കുന്നു. പിന്നെ നാടകത്തിന് ഇപ്പോൾ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ തികച്ച് ആ റൂമിന്റെ അകത്തല്ല, തികച്ച് നാടകമാണ്. നാടകത്തിന്റെ അകത്ത് ടോട്ടൽ തന്നെ ഒരു 3 ആക്ട് പ്ലേ പോലെ, പിന്നെ 3 ആക്ട് പ്ലേ തന്നെ ഫീൽ ചെയ്യാം. ആക്ട് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ശരിയാണ്. 3 ആക്ട് പ്ലേ. ആ സെക്കൻഡ് ആക്ട് പറഞ്ഞാൽ ശരിക്കും നാടകം തന്നെയാണ്. ഒരു സ്പേസിൻ്റെ അകത്ത് നടക്കുന്ന നാടകീയതയാണ് അതിൻ്റെ അകത്ത്.
അപ്പോൾ അത് ഹ്യൂമർ സൃഷ്ടിക്കുമ്പോൾ ഡീപ്പറായിട്ട് അതൊരു വലിയൊരു വേദന സൃഷ്ടിക്കുന്നുണ്ട്. കാര്യം അവിടെ ഒരു സ്ത്രീ വല്ലാത്ത രീതിയിൽ ടോർച്ചറിന് വിധേയമാണ്. അത് ഹ്യൂമറായിരിക്കെ തന്നെ അവരെ സംബന്ധിച്ചുള്ള വലിയ വേദനയുടെ കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള പല ഡൈമെൻഷനുകൾ കൊണ്ടുവരുന്നുണ്ട് ഒരു സിനിമയെ തന്നെ വീണ്ടും ഒരു വേറെ തരത്തിൽ നോക്കാനും പ്രേരിപ്പിക്കുന്ന കൂടിയുണ്ട് ഈ സിനിമയുടെ ദൃശ്യങ്ങളെയും ദൃശ്യാനുഭവത്തെയും നമ്മൾ ആ സിനിമയിൽ നിന്ന് കിട്ടുന്ന അനുഭവത്തെല്ലാം സീൻ ബേക്കർ വേണ്ടി നമ്മളത് പ്രശ്നവൽക്കരിക്കാനും വീണ്ടും നോക്കാനൊക്കെ പ്രേരിപ്പിക്കുന്ന സിനിമയാണ്. അപ്പോൾ ആ നിലയിലെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു ഹോളിവുഡിൻ്റെ എല്ലാ സ്ട്രക്ചറേയും വേറെ തരത്തിൽ പൊളിക്കുന്നുണ്ട് ഈ സിനിമ. കാര്യം എൻ്റെ പ്രണയത്തെ ബന്ധങ്ങളാണെങ്കിലും. പിന്നെ കമൽറാം ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം ഇത് ഈ ട്രംപ് വന്നതിന് ശേഷം പ്രധാനപ്പെട്ട കാര്യമാണ് ഈ 2 ക്യാരക്ടേഴ്സ്. അതാണ് ഇപ്പോൾ ഈ അമേരിക്കയും യൂറോപ്പിലെയും പുതിയ മൈഗ്രൻ്റ് ലേബറിൻ്റെ കാര്യം. ആ കുടിയേറ്റക്കാരാണ് അവിടുത്തെ പുതിയ പ്രൊലിറ്റേറിയറ്റും കൂടി. അതാണ് ഈ പ്രിക്കാരിയേറ്റ് എന്ന് വിളിക്കുന്നത്. പ്രിക്കാരിയേറ്റ് ആയിട്ടുള്ള പ്രിക്കാരിയസ് ജീവിതം നയിക്കുന്നവർ, അതീവ ദുർബലരായിട്ടുള്ള ആൾക്കാർ, നിരാലംബരം, ഒരു തരത്തിലും സ്റ്റേറ്റിനൊരു ആശ്രയമില്ലാതെ ഒരു തരം അവർക്ക് എവിടെയാ അവർക്ക് വേണ്ട പോലെ സിറ്റിസൺഷിപ്പ് ഇല്ല, ID കാർഡിൽ ഒന്നുമില്ല തരത്തിലുള്ള. അപ്പോൾ ഇഗോറും ആനിയും അനോറയും പ്രദാനം ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇതാണ്. കാര്യം മൈഗ്രൻസ് ആണ്. അവർക്കൊരു താനിലക്കൽ വലിയ വേരുകളില്ല. അവരെ വേരിലും കിടക്കുന്ന പ്രത്യേകിച്ച് ഇഗോറിൽ കാണാൻ പറ്റും. അവരുടെ ജോലി തന്നെ പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ളൊരു എന്താ പറയുക സ്ഥാപിതമായ ജോലിയല്ല, അംഗീകൃതമായ ജോലിയിൽ ആ നിലയിലുള്ള റെക്കഗ്നീഷനില്ല. പക്ഷേ അവർ അതിനെ അതിജീവിച്ചുകൊണ്ട് അമേരിക്കയുടെ പുതിയ ഒരു സ്കീമിൻ്റെ അകത്ത് അവർക്കെതിരെയാണ് ശരിക്കും ട്രംപിനെ പോലെ ആൾക്കാർ വരുന്നത് തന്നെ. ആ അമേരിക്കൻ ഡ്രീമിനെ കൊന്നാണ് അമേരിക്കൻ ഡ്രീമാണ് ശരിക്കും. അമേരിക്കൻ ഡ്രീമിൽ എല്ലാവർക്കും ഓരോരുത്തർ പങ്കാളിത്തമുണ്ട്. ക്യാപിറ്റലിസ്റ്റ് ഡ്രീമാണെങ്കിലും കഷ്ടപ്പെട്ട് എങ്ങനെ ഉയരാന്നുള്ളത്. അതിൽ ഇപ്പം ഈ നമ്മുടെ ഇതിനകത്ത് ഇപ്പം അനോറയെ താൽക്കാലികമായിട്ട് കല്യാണം കഴിക്കുന്ന ഇവാൻ്റെ അമ്മ ചോദിക്കുന്ന ചോദ്യമുണ്ട് അനോറയോട്, സ്വന്തമായിട്ട് ഒരു കാറുണ്ടോ? ഒന്നുമില്ല എന്ന് പറയുന്നത്. അതിപ്പോൾ ഈ അമേരിക്കൻ ഡ്രീം എന്ന് പറഞ്ഞാൽ ഇമിഗ്രൻസിനെ സംബന്ധിച്ചിടത്തോളമെങ്കിലും ആ ഡ്രീമിൽ അവർക്ക് പങ്കില്ല എന്നുള്ളത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് ഒപ്പം തന്നെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റഷ്യ ഇടപെടൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നുണ്ട്. അതിനൊക്കെ രസകരമായിട്ടുള്ള കാര്യം ഈ വാനിയുടെ മോറയുണ്ട്, കാറില്ല, വില്യംസ് ഉള്ളവർ ഞാൻ തകർക്കുന്നു പറയുന്നുണ്ട്, എല്ലാം ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം ഈ റഷ്യൻ ഒലിഗാർക്സിൻ്റെ അമേരിക്കൻ സമൂഹത്തിൽ ഇടപെടാൻ പറ്റുന്ന പലതരത്തിൽ നമുക്ക് കാണാൻ പറ്റും. കാര്യം അവർക്ക് അമേരിക്കൻ നിയമ സംവിധാനത്തെ പരിഹസിക്കുന്നുണ്ട്. കാര്യം അവിടെ പോയിട്ട് പെട്ടെന്നാണ് ഈ ഇതിൻ്റെ അകത്ത് തമാശ ഡൈവോഴ്സ് അല്ല അനല്ലിയ എന്ന് പറയുന്നുണ്ട്, ഇത് അവസാനിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ എളുപ്പത്തിൽ കിട്ടാവുന്ന കാര്യമായിട്ട് ഒരു ഡോക്യുമെൻ്റ് കൊണ്ടു കൊടുത്താൽ ഇപ്പോൾ അമേരിക്കൻ ആ ജീവിത വ്യവസ്ഥയും നിയമ സംവിധാനത്തെയൊക്കെ അതീവമായി പരിഹസിക്കുന്നുണ്ട്. കോടതിക്കകത്തുള്ള രംഗങ്ങളും ഒക്കെ തന്നെ അതാണ് ഇതിൻ്റെ അകത്ത് എല്ലാ സിസ്റ്റത്തിനും അമേരിക്കയിൽ നിൽക്കുന്ന എല്ലാവരും സിസ്റ്റത്തെയും അതിൻ്റെ ആ ക്യാപിറ്റലിസ്റ്റ് ലോകത്തെല്ലാം ഇത്രമാത്രം രൂക്ഷമായി പരിഹസിച്ച് മറ്റൊരു സമീപകാല സിനിമ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഒപ്പം തന്നെ അതിൻ്റെ അകത്ത് കാണുന്ന ഈ മൈഗ്രൻ്റ് ലേബറേഴ്സ് നിലയ്ക്കുള്ള ഇവരുടെ അസ്തിത്വമില്ലായ്മ, മറ്റു പേരില്ലായ്മ, ഇവരനുഭവിക്കുന്ന വലിയ തരത്തിലുള്ളൊരു അന്യതാബോധം, ഇവരെ സംബന്ധിച്ചുള്ള ഇവരുടെ സാമ്പത്തിക പ്രതിസന്ധികൾ, അതേസമയം ഇവരൊക്കെ ഇതിന് അതീതമായിട്ട് ഇവർക്ക് തമ്മിലൊരു മാനുഷികത അപ്പോൾ തന്നെ കാണിക്കുന്നുണ്ട്. കാര്യം ഇതില്ലാതിരിക്കുന്ന മുഴുവൻ മറ്റു സംവിധാനത്തിനാണ്. ഈ പണക്കാർക്കും ധനികർക്കാണ് ഈ അങ്ങനത്തെ സാധനം അടുത്തുകൂടെ പോകാത്തത്. ഒരു തരത്തിലെ അനുകമ്പയോ മനുഷ്യത്വമോ ഒരു തരത്തിലെ അതിൻ്റെ അകത്ത് ഒരു രസകരമായിട്ടുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ റഷ്യൻ ഓർത്തഡോക്സ് വേറെ പ്രധാനം ചെയ്യുന്നത്. റഷ്യൻ ഓർത്തഡോക്സ് പ്രീസ്റ്റാണ് ഇതിൻ്റെ അകത്തിൽ ഏറ്റവും വലിയ ഗുണ്ട. ടോറസ് ആണ് പ്രീസ്റ്റാണ്. ഗുണ്ടാണ്. അത് പ്രീസ്റ്റ് മാമോദിസ സമയത്താണ് മാമോദിസ. റഷ്യൻ ഓർത്തഡോക്സ് ആണ് ക്രിസ്ത്യാനിറ്റി, മറ്റേ ക്രിസ്ത്യാനികളൊക്കെ. പിന്നെ അതിൻ്റെ അകത്ത് അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കൂടി കാണാം. കാര്യം അമേരിക്കയിൽ ഉള്ള അമേരിക്കൻ റിലീജിയൻ, പ്രൊട്ടസ്റ്റന്റ് റിലീജിയൻ അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ അവർക്ക് പെട്ടെന്ന് കല്യാണം പോവാം. ഇവർ വിവാഹം കഴിക്കാനേ പോകുന്ന സമയത്ത് കണ്ടില്ല ചർച്ചിൽ പെട്ടെന്ന് നടക്കുന്നുണ്ട്. കാര്യം ആ നിമിഷം ആലോചിക്കുന്നപ്പോൾ തന്നെ പ്രീസ്റ്റ് പോലെ ആളല്ല, അവർ വന്നു രണ്ടുപേരും വിവാഹിതരെ പ്രഖ്യാപിക്കുന്നു, അവർക്ക് ആശംസകൾ നേരുന്നു, അതോട് കഴിയുന്നു. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന മാമോദിസ മുക്കുന്ന നീണ്ട ചടങ്ങുണ്ട്. ആ ചടങ്ങുന്നാണ് ഈ ഓർത്തഡോക്സ് പ്രീസ്റ്റ് രക്ഷപ്പെട്ട് അവിടുന്ന് എന്താ പറയുക യാത്ര പറഞ്ഞ് ഈ ഗുണ്ടാ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല കോൺട്രാസ്റ്റുകളും ഈ റഷ്യൻ അതൊക്കെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നുണ്ട്. പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങളും സീൻ ബേക്കറിന് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഏറ്റവും മികച്ച നടിക്കുള്ള മാഡിസന്റെ അഭിനയം നോക്കുകയാണെങ്കിൽ അതിനകത്തും അതിൽ പറയുന്നത് വെച്ചാൽ വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡിലൊക്കെ ഉള്ള ഇത് കണ്ടിട്ടാണ് ബേക്കർ ഇത് തീരുമാനിക്കുന്നതെന്ന് പറയുന്നുണ്ട്. കാരണം അതിലൊക്കെ ഒരു ഡ്രെഡ്ഫുൾ എൻഡ് ആയിരുന്നല്ലോ അതിലെ ക്യാരക്ടർ മാഡിസൺ പ്രതിനിധാനം ചെയ്തത്. ഇതിനകത്ത് അത്രയും തീവ്രമായ അനുഭവങ്ങളുള്ള ഒരാൾ വേണം എന്നാൽ അത്രയും തീവ്രമായ അനുഭവം അല്ല ഇതിനകത്തുള്ളത്. പക്ഷെ മാനസികമായിട്ട് മെൻ്റലി ഇതിൽ പ്രതിനിധാനം ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ അനുഭവം എന്ന് പറയുന്നത് വളരെ ഭീകരമായിട്ടുള്ള അനുഭവമാണ്. ഒരു സാധാരണ പ്രേക്ഷകന് പോലും ആ അഭിനയം ഭയങ്കര തീവ്രമായിട്ട് തീർച്ചയായും ഇന്ത്യൻ സൈഡ് അഭിനയം തന്നെ. കാര്യം 3 ഘട്ടങ്ങളുണ്ടല്ലോ. ഒരു ആദ്യ ഘട്ടത്തിൽ വളരെ എന്താ പറയുക കാഷ്വലി വളരെ ലിബറലായിട്ടുള്ള ഒരാളായിട്ട് സെക്സ് വർക്കറൊക്കെ അവർക്ക് പക്ഷേ അതേ വ്യവസ്ഥയുണ്ട്. കാര്യം എങ്ങനെയാണ് അത് ബിസിനസ് പോലെ ട്രേഡ് പോലെ തന്നെ കൃത്യമായിട്ട് പണം പറയുക, അതിനെ ബിസിനസ് ഡീൽ നടത്തുക. അതുപോലെ തന്നെ വെക്കേഷൻ ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് വെക്കേഷനിൻ്റെ ചാർജ് വേറെയാണെന്ന് പറയാം. കൃത്യമായിട്ട് എല്ലാം ഡീൽ ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ സമയത്തുമ്പോഴേക്കും ആദ്യം ഒരു മിനിറ്റ് ഇവർക്ക് സംശയമാകുന്നുണ്ട്. പിന്നീട് ചോദിക്കുന്നപ്പോഴാണ് എനിക്ക് 3 ക്യാരറ്റിന് റിങ് വേണമെന്ന് പറയുമ്പോൾ 4 ക്യാരറ്റ് തരാം. അപ്പോഴും നമ്മുടെ റഷ്യൻ വാനിയ ഒലിഗാർക്കൻ വാനിയ അതിലും ഒരു സാമ്പത്തിക ഇതാണ് കാണുന്നത്, തൻ്റെ ഒരു അപ്രമാദിത്വം സ്ഥാപിക്കാൻ.
അതിനുശേഷം പിന്നെ കാണും വിവാഹത്തിന് ശേഷമുള്ള ഇവരുടെ ഈ വാനിയ അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുകയും ഈ ഇവരെ നിർബന്ധിച്ച് ഇവരെ വിവാഹവിമോചനം കൊണ്ട് വിവാഹത്തിന് അനൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടി ഈ ഗുണ്ടകൾ വരുന്ന സമയത്ത് പിന്നെ അവരുടെ ഒരു ക്യാരക്ടർ മാറുകയാണ് ആപ്പാട്. ആ ടോർച്ചറിൻ്റെ ആ അനുഭവം നമ്മളിലേക്ക് വല്ലാതെ പകരുന്നുണ്ട്. ഒരു ഭാഗത്ത് വല്ല ഹ്യൂമർ ആകുമ്പോഴും നമുക്ക് ആ ഇത് ഫീൽ ചെയ്യും. അവരനുഭവിക്കുന്ന വലിയൊരു ഹ്യൂമിലിയേഷൻ, വല്ലാത്ത ഹ്യൂമിലിയേഷൻ. കാര്യം ഒരു തരത്തിൽ അസ്തിത്വം ഇല്ലാത്ത കാര്യം അവരങ്ങനെ തന്നെ കാണുന്ന കാര്യം. എങ്ങനെയാണ് റഷ്യൻ ഒലിഗാർക്കിൻ്റെ ഒരു മകനെ ഒരു സെക്സ് വർക്കർ കല്യാണം കഴിക്കുക? ഉടനീളം കാണുന്ന ഉപയോഗിക്കുന്ന വാക്കുകൾ വോറെന്നും പ്രോസ്റ്റിറ്റ്യൂട്ട് തന്നെ പറയുന്നത് അതിൻ്റെ അകത്ത്. സെക്സ് വർക്കർ എന്ന ഒരു ഘട്ടത്തിലും അങ്ങനെ അക്കാഡമിക് ടൈമായിട്ട് നമ്മൾ പറയുന്ന കാര്യം നമ്മൾ സോങ് പോലും പുസി എന്നുള്ള അതെ അവരങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഉടനീളം നമുക്കറിയാലോ അമേരിക്ക സിനിമ പുതിയ കാര്യമില്ല, ഫക്ക് ഷിറ്റാണ് അതിൻ്റെ അകത്തുള്ള ഉടനീളം ആ ഭാഷയാണ്. അതെ ഏറ്റവും കൂടുതൽ ഓരോ ഇതിലുണ്ട്. അത് പിന്നെ ഒരു അമേരിക്കൻ സ്ലാങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യം, പല എക്സ്പ്രഷനാണ്. അപ്പോൾ ഈ ഇവരുടെ അനുഭവിക്കുന്ന വല്ലാത്ത വേദനയും വ്യതയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം പിന്നെ കാണുന്ന അവരുടെ ആ ഒരു ഏറ്റവും അവസാനം വളരെ എന്താ പറയുക നമ്മൾ ഉള്ളിൽ തട്ടുന്ന രംഗത്ത് അവരെ സംബന്ധിച്ച് അവർ തകർന്ന് അതൊക്കെ അതാണ് ഇതിൻ്റെ ക്ലൈമാറ്റിക് ആയിട്ടുള്ള ഒരു അനുഭവം. കാരണം അപ്പോഴേക്കും അതൊരു ആ ട്രാജിക് അനുഭവം വല്ലാത്തൊരു ഒരു ദുരന്ത കഥാപാത്രം. ആ മൈക്ക് മാഡിസൺ എന്തുകൊണ്ടും എന്താ പറയുക ഒരു സംശയമില്ല അതിനെക്കുറിച്ച് അവർക്ക് എന്തുകൊണ്ട് അവർക്ക് ഈ അർഹത കിട്ടിയെന്ന്. കാര്യം അപാരമാണ് അവരുടെ ആ പെർഫോമൻസിൻ്റെ കാര്യം. പല സ്റ്റേജുകളും അത് ആ നമ്മളെ സംബന്ധിച്ചുള്ള വെച്ചാൽ ആ ഒരു വളരെ എന്താ പറയുക ഒരു ബോധപൂർവ്വമുള്ള മാറ്റമല്ല, നമുക്കത് നാച്ചുറലി ഫീൽ ചെയ്യും. അവരിൽ അത് വരുന്ന ആ ചേഞ്ച് ഉണ്ടല്ലോ, അതിനകത്ത് വളരെ കോൺഷ്യസ് ആയിട്ട് ഇൻ്റർവ്യൂൻ ചെയ്തൊരു മാറ്റമല്ല അതിൻ്റെ അകത്ത്. അത് ആ ഓരോ രംഗത്തിലെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് സംഭവിക്കുന്നവർക്ക് ഒരു ഉള്ളിൽ നിന്ന് വരുന്ന മാറ്റം അവരുടെ ശരീരത്തിലും അവരുടെ മുഖത്തിലും പ്രതിഫലിക്കുകയാണ്. ഈ സിനിമയ്ക്ക് പാം ഡിയോറും ഓസ്കാറും കിട്ടിയ പോലെ തന്നെ ഇവരുടെ അനുഭവത്തിന് ഒരു സംശയമില്ലാത്ത കാര്യം. അവർ ഒരു ഗ്രാൻഡ് സ്കെയിലിൽ തന്നെയുള്ള ഒരു ഇതാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് വേറെ എൻ്റെ വിഷ്വലൈസേഷനൊക്കെ അതിമനോഹരമായിട്ട് എനിക്ക് തോന്നി. എൻ്റെ വിഷ്വലൈസേഷൻ മറ്റൊക്കെ തുടക്കത്തിലുള്ള അതിൻ്റെ ഈ പബ് എന്താ പറയുക ഇവരുടെ ബാറിലും പബ്ബിലുള്ള സീനുകളും അതിൻ്റെയൊക്കെ ഷോർട്സുകളും അത് ഡിവൈഡ് ചെയ്തും ഫാസ്റ്റ് കട്ടുകളാണ് അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് മുഴുവൻ. ഫാസ്റ്റ് കട്ടും അതിൻ്റെ ഒരു അതെ സീൻ ബേക്കർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തരത്തിലുള്ള ഒരു ലാഗിങ് എന്ന് പറയും. നമ്മൾ ഇപ്പോൾ ലാഗ് ചെയ്തുകൊണ്ട് സിനിമ തെറ്റാണെന്ന് മോശമാണെന്ന് അഭിപ്രായം എനിക്കില്ല. പക്ഷേ അങ്ങനെ ഒരു ഇതുമില്ല. പക്ഷേ അതിന് വളരെ ഫാസ്റ്റായിട്ട് ഇതാവുന്നതും അതിൻ്റെ അതെല്ലാം കൊണ്ട് ആ ഇൻറ്റൻസിറ്റി എല്ലാം കൊണ്ടുണ്ട് സിനിമയ്ക്കകത്ത് ഇവരെ ബന്ധങ്ങളിലെല്ലാം തന്നെ. അപ്പോൾ എന്താ പറയുക സിനിമ ആ ഒരു ഫീല് ഉടനീളം നിലനിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ജീവിതാനുഭവത്തിൻ്റെ അമേരിക്കൻ ഫാസ്റ്റ്നെസ് വേറെ തരത്തിൽ ഒരു ഇതിൻ്റെ അകത്തും കടന്നു വരുന്ന കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്കൊണ്ട് അനോറാം സിനിമ. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യത്തിൻ്റെ അകത്ത് വെച്ചാൽ റഷ്യൻ ഒലിഗാർക്കിൻ്റെ വരവ്. അയാളൊരു തരത്തിൽ ഇതിനകത്തൊരു പാർട്ടിസിപ്പൻ്റ് അല്ല, അയാൾ അവസാനം പരിഹസിച്ചിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ വേറെ കാര്യം റഷ്യൻ ഫാമിലി സിസ്റ്റം കാണാം. അമേരിക്കയിൽ അങ്ങനെ ഫാമിലി സിസ്റ്റം ഇല്ല. കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അനോറ താമസിക്കുന്ന ഒരു വീട്ടിലാണ്, അവിടെ ഫാമിലി ഒന്നും സംവിധാനമില്ല. ഈ മനസ്സിലായില്ല. ഇവിടെ വെച്ചാൽ നമ്മൾ കാണുന്നത് വാനിയക്ക് വലിയ ഈ റഷ്യക്കാർക്കും ഈ അമേരിക്ക വ്യത്യസ്തമായിട്ട് റഷ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഫാമിലി സിസ്റ്റം ഭയങ്കരമാണ്. അവർ ഇത്ര കോർപ്പറേറ്റ് ഒലിഗാർക്കുകൾക്കും മകൻ്റെ ജീവിതം സംരക്ഷിക്കുക, മകനെ നേരെ വഴിക്ക് നടത്തണമെങ്കിൽ അതൊക്കെ വലിയ പ്രധാനപ്പെട്ട കാര്യം. അത് ഇന്ത്യൻ ഫാമിലി കോർപ്പറേറ്റ് ഫാമിലികളും കാണാൻ പറ്റും. അവർക്ക് അത് വിട്ടൊരു കളിയില്ല. അതിൻ്റെയൊക്കെ വലിയ വാല്യൂസ് ആ പരമ്പരാഗത വാല്യൂസ് നിലനിർത്തുക എന്നുള്ളത് വലിയ എത്ര സാമ്പത്തികം തന്നെ പറഞ്ഞാൽ പരമ്പരാഗത വാല്യൂസൊക്കെ നിലനിർത്തുന്നതിൽ ഇവർ കാണിക്കുന്ന ഈ കുടുംബത്തിനുള്ള പാവനത്വം. അപ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റൊക്കെ വന്ന കുടുംബ സംവിധാനത്തെക്കുറിച്ച് പലതരത്തിലുള്ള വ്യത്യസ്ത ആലോചനകൊണ്ടും പോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ കുടുംബം വലിയൊരു സങ്കല്പമാണ്, വലിയൊരിതില്ല. കുടുംബം എന്നൊക്കെ വലിയ പാവനമായിട്ടുള്ള അപ്പോൾ അത്രയും പവനത്തോടെ കുടുംബത്തിൽ കാണുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. ഇവരെ തിരിച്ചു കൊണ്ടുവരാണല്ലോ, ഇവനെ ഇതിൽ നിന്ന് ഈ പിടിയിൽ നിന്ന് ആനിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനാണ് ഇവർ വരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം ആ വൈരുദ്ധ്യം ഈ റഷ്യൻ കൾച്ചറിൻ്റെയും അമേരിക്കൻ കൾച്ചറിൻ്റെ വൈരുദ്ധ്യം എല്ലാം ഇതിൻ്റെ അകത്ത് പലതരത്തിലും പ്രതിഫലിക്കണം എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ ഇപ്പോൾ ലോക സാഹചര്യം ഗ്ലോബൽ പൊളിറ്റിക്സ് തന്നെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണല്ലോ. ഇപ്പോൾ ട്രംപ് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന സമയത്ത് വളരെ കോൺസിഡൻ്റൽ ആയിട്ടാണ് ഈ സാധനം വരുന്നത്, ഈ ഫിലിം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്ര അവസരം എനിക്ക് തോന്നുന്നു ലോക സിനിമയിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? വാർ ടൈമിലൊക്കെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമൊക്കെ അത്തരം സിനിമകളും ഡിസ്കസ് ചെയ്യപ്പെടുന്നതിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലുള്ള ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു കോയിൻസൈഡിങ് സിങ്ക്രണൈസേഷൻ അതിൻ്റെ അകത്ത് സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായും അങ്ങനെ സംഭവത്തിൻ്റെ കാര്യം അമേരിക്കൻ ലൈഫ് 2024 ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്തരം ഒരു മാറ്റം അതിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനകത്ത് വേറൊരു തമാശയായിട്ടുള്ള കാര്യം, ഈ ട്രംപ് തന്നെ ഒരു കേസിൽ പ്രതിയാണ്. ഒരു സെക്സ് വർക്കറെയോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെയോ ലൈംഗികമായി പീഡിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോൺ ആർട്ടിസ്റ്റ് ലൈംഗികമായി പീഡിപ്പിച്ച അടിസ്ഥാനത്തിൽ കേസ് നേരിടുന്ന ആളാണ്. അപ്പോൾ കേസ് അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഒരു ഘട്ടത്തിൽ അറസ്റ്റ് വരെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ കാലത്ത് ഒരു ഘട്ടത്തിൽ അറസ്റ്റ് വരെ തയ്യാറാണ്. മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഈ പുതിയ ഗ്ലോബൽ ക്യാപിറ്റലിൻ്റെ കാര്യത്തിൽ റഷ്യൻ ഒലിഗാർക്കിന്റെ സ്വാധീനം ഈ അമേരിക്കൻ സിസ്റ്റത്തിന് പുറത്ത്. ഈ ഇന്റർനാഷണലൈസേഷൻ ക്യാപിറ്റൽ വേറെ കാണാൻ പറ്റും. കാര്യം പ്രൊലിറ്റേറിയൻ എപ്പോഴും
എന്താണ് പുതിയ രീതി വീണ്ടും വീണ്ടും മാർജിനിലേക്ക് തള്ളപ്പെടുകയും ഈ ക്യാപിറ്റൽ എന്നുള്ള സാധനം ഇൻ്റർനാഷണൽ അതിന് ഒരു തരത്തിലുള്ള വലിയ പിന്തുണ എല്ലാ സ്ഥലത്തും കിട്ടുകയാണ്. ഇതെല്ലാം വളരെ സൂക്ഷ്മമായിട്ട് തന്നെ സീൻ ബക്കറിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ട്രംപ് എന്ത് നാഷണലിസത്തിൻ്റെ കാര്യം പറഞ്ഞോളും വാസു പറഞ്ഞ പഴയ ഇമ്പീരിയസിൻ്റെ സ്വഭാവം തന്നെ ട്രംപ് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ ട്രംപിന് എളുപ്പത്തിൽ പുട്ടിനെ പോലെ ആളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതൊക്കെ തന്നെ ഇതിൻ്റെ ഒരു തരത്തിലുള്ള ഒരു പുതിയ ക്യാപിറ്റലിസം സ്വഭാവം തന്നെയാണത്. അപ്പോൾ ഇതെല്ലാം പുതിയ ഇവരുടെ ഒരു വംശീയവും കൂടി ചേർന്നിട്ടൊരു പുതിയ ക്യാപിറ്റലിസത്തിൻ്റെ അതെല്ലാം വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ അകത്ത് ഒരു പ്രഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് സീൻ ബക്കറിന്. അതിൻ്റെ അകത്ത് ഓരോ ഇതിലും അത് അനാവരണം ചെയ്യുന്നുണ്ട്.